നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഷെരീഫ് ഹാദി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ ഹിന്ദു വിരുദ്ധമായ ഒരു കലാപം തന്നെയാണ് അരങ്ങേറിയത്. ഷെരീഫ് ഹാദി കൊല്ലപ്പെടാൻ ഹിന്ദുക്കൾ ആരും തന്നെ ഒരു കാരണമല്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് നേരെ ആസൂത്രിതമായ ഒരു ആക്രമണമാണ് അവിടെ നടന്നിരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അനവധിയായിട്ടുള്ള ഹിന്ദു അതിക്രമങ്ങളുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. 6 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഔദ്യോഗികമായ വിവരം. പക്ഷേ അതിലും എത്രയോ ഇരട്ടിയാണ് അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടത്, അവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടത്, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഒരു വിധവയായ സ്ത്രീ, ആ വിധവയായ സ്ത്രീയുടെ അടുത്ത് എന്തോ ചില തർക്കങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ അതിക്രമിച്ച ഷാഹിൻ ഹസൻ എന്ന് പറഞ്ഞ 2 അയൽവാസികൾ കയറി ചെല്ലുകയും അവരോട് 37,000 രൂപ, അതായത് 50,000 ടാക്ക് അഥവാ 37,000 രൂപ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട നിർധനയായ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് വന്ന 2 ബന്ധുക്കളെ അടിച്ചോടിച്ച് വിടുകയും അതിനുശേഷം അവരതിൽ ബഹളം വെച്ചപ്പോൾ അവരെ ഒരു മരത്തിൽ കെട്ടിയിടുകയും അവരുടെ മുടി മുറിക്കുകയും ശേഷം അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത് അത്യധികം ഭയാനകമായ ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാളിഗഞ്ച് സ്റ്റേഷനിൽ ഷാഹിൻ ഹസൻ എന്നിവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശ് പോലീസ് ഇതിനെ എത്തരത്തിലാണ് സമീപിക്കുന്നത് എന്ന് അറിയില്ല. കാരണം ബംഗ്ലാദേശ് പോലീസിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് ഇതിൽ പുറത്തു വരുന്ന വാർത്ത. ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഹിന്ദു യുവാവ് കൊല്ലപ്പെടുന്നതുമായുള്ള വിഷയം നടക്കുമ്പോൾ ദീപു ചന്ദ്രദാസ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അയാൾ ഒരു മതനിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് പോലീസിൻ്റെ കൈകളിൽ ഇയാൾ എത്തപ്പെട്ടു. പക്ഷേ പോലീസ് തന്നെയാണ് അക്രമകാരികളിലേക്ക് ദീപു ചന്ദ്രദാസിനെ ഇട്ട് എറിഞ്ഞു കൊടുക്കുന്നത്. വ്യാജമായ അത്തരം ഒരു ആരോപണങ്ങൾ നടത്തുകയും പിന്നീട് ദീപു ചന്ദ്രദാസിനെ അക്രമികൾക്ക് കൈമാറുകയും ചെയ്യുകയാണ് പോലീസ് ഉണ്ടായത്. അയാളെ നേരിട്ട് അക്രമികൾ അടിച്ച് കൊല്ലുകയും കൊന്ന ശേഷം കത്തിക്കുകയായിരുന്നു. അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ദീപു ചന്ദ്രദാസിനെതിരെ അവർ നടപ്പിലാക്കിയത്. പിന്നീട് അനവധിയായിട്ടുള്ള ആൾക്കാർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ. അമൃത് മോണ്ടൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം ശരത് മണി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു വ്യവസായി കൊല്ലപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, കോക്കൻ ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു കടയുടമ, ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമ, അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തെ എന്തിനാണ് കൊന്നതെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന ഭാര്യ, ആർക്കും തങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരയുന്ന ഭാര്യ. മൈമൻ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു. ബജേന്ദ്ര ബിശ്വാസ് എന്ന് പറയുന്ന മറ്റൊരു യുവാവ് കൊല്ലപ്പെടുന്നു. ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഹിന്ദുക്കളുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 6 പേരുടെ കഥകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നതാണ്. ദിനംതോറും 3000-ലധികം ക്ഷേത്രങ്ങൾ ദിനംതോറും എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ പ്രക്ഷോഭത്തിനിടയിൽ തന്നെ 3000-ലധികം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. 3000-ലധികം ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്നാണ്. അവ കൊള്ളയടിക്കപ്പെട്ടു. ഹിന്ദു സ്ത്രീകൾ പലരും ബലാത്സംഗം ചെയ്യപ്പെട്ടു. നിരവധിയായിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ ബംഗ്ലാദേശിൽ നടന്നു. എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം തന്നെ ഈ പ്രക്ഷോഭം കഴിയുമ്പോൾ മാത്രമേ ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രതിരോധവും ഇല്ല എന്ന് ബോധ്യമാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകുന്നത്. ഇന്ന് നിക്കോളാസ് മധുരയെ അമേരിക്ക കസ്റ്റഡിയിലെടുത്തതിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്കൊന്നും ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതികരിക്കാൻ സമയമില്ല. വെനസ്വേലയെ ബാധിക്കുന്ന പ്രശ്നത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ അയൽ രാജ്യത്ത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രശ്നം. അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടുവാനായിട്ട്
ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പെടുന്നവർക്ക് കഴിയുന്നില്ല. കാരണം അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പിന്തുണ SDPയിൽ നിന്നോ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നോ ഒക്കെ അവർക്ക് ലഭിക്കുന്ന പിന്തുണ ഇല്ലാതായി മാറുന്ന ഭയമാണ്. ഇന്ത്യ സഖ്യത്തിലെ ആരും തന്നെ ഇത്തരമൊരു വംശീയ കലാപം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു പോലും ഇല്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ അരയും തലയും മുറുക്കി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിക്കോളാസ് മദുരോയുടെ വിഷയത്തിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ കണ്ണടച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഈ ഹിന്ദു വംശഹത്യയ്ക്ക്. പാകിസ്ഥാനാണ് ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നത്. പാകിസ്ഥാൻ ISIയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം നടക്കുന്നത് തന്നെ. അത്തരത്തിൽ ഭരണം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിയും മുഹമ്മദ് യൂനസും പാകിസ്ഥാനും കൂടെ ഉണ്ടാക്കുന്ന ഈ അജണ്ടയുടെ ഭാഗമായിട്ട് നിരവധി പേർ കൊല്ലപ്പെടുന്നു. തുർക്കിക്കെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇടപെടാൻ ആളുണ്ട്. പാലസ്തീന് പ്രശ്നം നടന്നാൽ ഇടപെടാൻ ആളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ അയൽ രാജ്യത്ത് നടക്കുന്ന ഹിന്ദു വംശഹത്യയെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും മിണ്ടുവാനായിട്ട് ഇവർക്ക് സാധിക്കാത്ത അവസ്ഥയെന്നത് മനസ്സിലാകുന്നതേയില്ല. ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്നാണ്. ഹിന്ദുക്കൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്, ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ ധ്വംസനങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ പ്രധാനമന്ത്രി പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. അവർക്ക് പിന്തുണയാകുവാനായിട്ട്, അവർക്ക് പിന്തുണ കൊടുക്കുവാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ല. ഭാരതം അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നുണ്ട്. അവർക്ക് പരമാവധി പിന്തുണ കൊടുക്കുകയും അവർക്ക് നല്ല സപ്പോർട്ടും അതോടൊപ്പം തന്നെ അവരുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് അവിടെ വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്, ഇന്ത്യ സഖ്യത്തിന് എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയി? ഹിന്ദു വംശഹത്യ ഉണ്ടായാൽ മാത്രം എന്തേ അവർ സംസാരിക്കാതെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇവിടെ എന്തു തന്നെ പ്രശ്നമുണ്ടായാലും ഹിന്ദുക്കൾക്ക് ഇത് ആദ്യത്തെ പ്രശ്നമല്ല. എപ്പോഴാണോ കാശ്മീരി പണ്ഡിറ്റുകളുടെ പ്രശ്നമുണ്ടായ അപ്പോൾ ആ സമയത്തും ഇത് തന്നെയായിരുന്നു. ഈ തരത്തിലുള്ളൊരു നിശബ്ദത തന്നെയാണ്. അതിനും എത്രയോ സമയം അവർ തിരിഞ്ഞു നടന്നപ്പോഴും അവർക്കൊന്നും അവരെ ഒന്നും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുവാനോ സാധിച്ചില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു സിനിമ ഇറക്കുമ്പോൾ അവിടെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇറക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഹിന്ദുവിന് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുവാനാണ് പലപ്പോഴും പലയിടങ്ങളിലുള്ള ശ്രമം നടക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.